ഇന്ന് നമ്മുടെ ഉരുക്ക് ചട്ടിയും തൊപ്പിയെല്ലാം പൊട്ടി. സോ നമുക്കിനി ഉരുക്ക് കണ്ടുപിടിക്കണം. കുഴിക്കുന്നത് ഒത്തിരി സമയമെടുക്കുന്നു. എനിക്ക് ഒത്തിരി സമയമെടുക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല. 3 മണ്ടന്മാരും ഒരു സോംബിനെയും വെച്ച് ഞാനൊരു ഫാം ഉണ്ടാക്കി. ആ ഫാമിൽ നിന്ന് നമുക്ക് അൺലിമിറ്റഡായി ഉരുക്ക് കിട്ടും. വെറും 5 മിനിറ്റ് കൊണ്ട് കിട്ടിയത് ഇത്രയും. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഞാനറിയാതെ ഒരു അയൻകോളത്തിനെ തല്ലി. അയ്യോ അയ്യോ ചത്ത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ദിസ് ഈസ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 11 ഗൈസ്. സോ ഇന്ന് നമ്മൾ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ പോവാണ്. സോ നമുക്ക് നേരെ സമയം കളയാതെ നമുക്ക് കിടന്നുറങ്ങി നേരെ പണിയെല്ലാം തുടങ്ങാം ഗൈസ്. സോ ഞാൻ സാധനമെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഗ്രൈൻഡ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാം. ഇതുണ്ട് ഗൈസ്, ഞാൻ വേണ്ട സാധനമെല്ലാം നേരത്തെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സീനാണ് ഗൈസ്, കണ്ട എല്ലാം വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്കിത് അങ്ങോട്ട് ബിൽഡ് ചെയ്താൽ മതി ഗൈസ്. നമുക്കിത് ഞാനാണേ ആദ്യം സോംബി ഇല്ലാത്ത ഒരു അയൺ ഫാമാണ് ഉദ്ദേശിക്കുന്നത്. നടക്കുമെന്നറിയില്ല, നമുക്ക് എന്തായാലും പണി തുടങ്ങാം ഗൈസ്. പിന്നെ ഗൈസ് എൻ്റെ ബ്രീഡറിന് എന്തോ ചെറിയ സംഭവം പറ്റുമെന്നാണ് തോന്നുന്നത്. ഇത് വർക്കാവണില്ല. ഈ സെയിം മോഡലാണ് ഡീഷർ ബ്രോ എനിക്ക് നമ്മുടെ ഇതിലുണ്ടാക്കി തന്നെ തട്ടയുടെ എസംബിൽ. ബട്ട് അതിൽ വർക്കാവുന്നുണ്ട്, ഇത് ഈ വർക്കാവുന്നില്ല ഗൈസ്. എന്തോ പ്രശ്നം പറ്റി. എന്തായാലും ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കിത് റീബിൽഡ് ചെയ്യാം ഗൈസ്. റീബിൽഡ് അല്ല, എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അത് പരിഹരിക്കാം. എന്നിട്ട് അടുത്ത എപ്പിസോഡ് വേണം നമുക്ക് ഒരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാം ഗൈസ്. എന്നിട്ട് വേണം ഫുൾ ഡയമണ്ട് ആർമറിലോട്ടൊന്ന് ആവാൻ. ഓക്കെ, എന്തായാലും പണി നടക്കട്ടെ ഗൈസ്. ഞാനാണെങ്കിൽ 2 സ്റ്റോൺ ശവലും കൊണ്ട് വേണ്ടി ഇവിടെ അങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ഒന്ന് ഫ്ലാറ്റാക്കി ഇവിടെ ബിൽഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. 2 സ്റ്റോൺ ശവലൊക്കെ എന്ത് കേസ് വേണ്ടി ഇപ്പോൾ പൊട്ടി 2 എണ്ണം. സോ ഞാൻ നേരെ പോയിട്ടൊരു ഡയമണ്ട് ശവലം അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മുടെ ഡയമണ്ടൊക്കെ നമ്മൾ നേരത്തെ ഇരിപ്പുണ്ട്. നമ്മൾ മൈനിങ്ങിനൊക്കെ പോയപ്പോൾ കിട്ടിയ ഒരു 10 ഡയമണ്ട് അങ്ങോട്ട് നമ്മുടെ ഇരിപ്പുണ്ട് ഗൈസ്. അതിൽ നമുക്കൊരു ഡയമണ്ട് മതി ഗൈസ് നമുക്കൊരു ശവലം ഉണ്ടാക്കാൻ. നമുക്ക് പിന്നീട് അത് നമുക്ക് സേവ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ വെൻഡിങ് ബുക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ സ്പൈഡർ ഫാമിൽ പോയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു സ്റ്റിക്കില്ല ഗൈസ്, സ്റ്റിക്കില്ല ഗൈസ്. ഓക്കെ ഗൈസ്, 2 സ്റ്റിക്കും ഉണ്ടാക്കി. ദെൻ നമ്മുടെ ഡയമണ്ട് ഷവൽ ഗൈസ്. യെസ്, ഇനി എന്ത് വേണം? ഇനിയും പടാന്നും പറഞ്ഞ് നമ്മൾ കുഴിച്ച് മാറ്റും ഗൈസ്. ഞാൻ ഫുള്ളൊന്ന് കുഴിച്ച് മാറ്റട്ടെ ഗൈസ്, നല്ല ടൈം എടുക്കും. ഇതോടെ കുഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ വേണ്ടത്ര സ്ഥലം ആകുമെന്നാണ് തോന്നണത് ഗൈസ്. എനിക്കറിയില്ല, ഒരു ഊഹം വെച്ചൊരു 20x20 ബ്ലോക്ക് ഞാൻ കുഴിച്ചു. ഇത് മതിയാവുമെന്നാണ് തോന്നണേ. മതിയാവും. യെസ്, അങ്ങനെ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സ്ഥലത്തിലാണ് നമ്മൾ നമ്മുടെ അയൺ ഫാം ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കെന്നാൽ ബിൽഡിങ് അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. ഓക്കെ, നമ്മുടെ അയൺ ഫാമിൻ്റെ തറക്കല്ലിടുന്നത് മാത്രം നമുക്കൊന്ന് കാണിക്കാം ഗൈസ്. ബാക്കി ഇനി ഒത്തിരി പണിയുണ്ട് ഗൈസ്. ഇതെല്ലാം നമുക്കിനി സെറ്റ് ചെയ്തിട്ട് വലിയൊരു അയൺ ഫാമാണ്. മീൻസ് ഇത് നമ്മുടെ സ്റ്റാർട്ടർ അയൺ ഫാമാണ് ഗൈസ്. സോ ഇനി നമുക്കൊരു മെഗാ അയൺ ഫാമൊക്കെ ഫ്യൂച്ചറിൽ ബിൽഡ് ചെയ്യാനുള്ളതാണ്. ഒത്തിരി കഴിഞ്ഞിട്ടാണ് അതൊക്കെ നമുക്ക് എൻഡർ ഡ്രാഗനെയും വാർഡനെയും ഒക്കെ കൊന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇപ്പം ഇത് അത്യാവശ്യം അയൺ കിട്ടുമെന്നാണ് ഞാൻ കണ്ട ട്യൂട്ടോറിയൽ കാണിച്ചത്. അതായത് 1 മണിക്കൂറിൽ നമ്മൾ AFK ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു 10-20 സ്റ്റാക്ക് എങ്ങാണ്ട് കിട്ടും ഗൈസ്. അത്ര വലിയ എഫിഷ്യൻ്റ് ഒന്നുമല്ല, എന്നാലും നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇതൊക്കെ മതിയാവും ഗൈസ്. ഓക്കെ, നമ്മൾ അങ്ങനെ തറക്കല്ലിട്ട് കഴിഞ്ഞു ഗൈസ്. ഇനി ബാക്കിയട്ടെ. ഓക്കെ, നമ്മളാണെങ്കിൽ ഒരു വീട് പോലെ ഒരു സംഭവം ഇതിനകത്ത് സെറ്റ് ചെയ്യണമായിരുന്നു ഗൈസ്. വില്ലേജറിന് ഇടേണ്ട സ്ഥലമുണ്ടല്ലോ, അത് നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ചെറിയ ലാഗുണ്ട്. നമ്മൾ റെഡർ ഡിസ്റ്റൻസ് ഭയങ്കര ഫുള്ളിട്ടാണ് കളിക്കുന്നത് ഗൈസ്. അല്ല, ഫുള്ളല്ല, 12 ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇത്ര ലാഗ്. മൊബൈലിലാണല്ലോ ഗൈസ് നമ്മൾ കളിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുൾ ഒരു വീടല്ല, ഒരു അയൺ ഫാം ഇരിക്കേണ്ട വില്ലേജറിനെ വെക്കേണ്ട സ്ഥലം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനിയും ബാക്കി കൂടെ പണി കിട്ടാം ഗൈസ്. വലിയ പണി കിട്ടി. സ്പോൺ പ്രൂഫ് ചെയ്യേണ്ട സ്ഥലം ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ് ഗൈസ്. ഇനി ഒത്തിരി നമുക്ക് മൈൻഡ് ചെയ്ത് കളയണം ഗൈസ്. നല്ല പണി കിട്ടി. ഞാനിനിയിപ്പം ഇത് മൈൻഡ് ചെയ്യാൻ നമുക്കെന്നാൽ മൈൻഡ് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഒത്തിരി മൈൻഡ് ചെയ്യാനുണ്ട്. ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ സ്പോൺ പ്രൂഫ് ചെയ്യാൻ വേണ്ടി മൈൻഡ് ചെയ്യാൻ വേണ്ടാത്തത്. ബാക്കി ഇനി ഏരിയ മൈൻഡ് ചെയ്യണം ഗൈസ്. നല്ല പണിയാണ്. സോ ഇനിയും നമ്മുടെ ഈ ഡയമണ്ട് ഷവൽ പുതിയതായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയുള്ളൂ. എൻ്റെ ഡ്യൂറബിലിറ്റിൻ്റെ പകുതിയായി ഗൈസ്. നമുക്ക് എന്തായാലും ഫുൾ ഏരിയ മൈൻഡ് ചെയ്ത് ഫുൾ സ്പോൺ പ്രൂഫും ചെയ്തിട്ട് വേണം ഗൈസ്. ഇറ്റ്സ് ടേക്ക് 1 hour ഗൈസ്. സോ 1 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. ഞാനാണെങ്കിൽ ഫുൾ മൈൻഡ് ചെയ്തു. ഇത്രയും ബ്ലോക്ക് പൊന്നുമോനെ കൈയിരിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി. അതിൻ്റെ നമ്മുടെ ഡയമണ്ട് ശവൽ ഇന്നുണ്ടാക്കിയ ശവല് പൊട്ടിയില്ല, പൊട്ടാറായി ഗൈസ്. സോ ഞാനത് പെട്ടി വെച്ചു. എന്നിട്ട് നമുക്കൊരു സ്റ്റോൺ ശവൽ ഉണ്ടാക്കാം.
ഇനി നമുക്ക് കുഴിക്കാനൊന്നുമില്ല, ഇതൊന്ന് അല്ല ഇത് ചെയ്യാനുള്ളൂ ഗൈസ്, നമ്മുടെ പാത്ത് ബ്ലോക്ക് ആക്കാനേ ഉള്ളൂ. യാ പിന്നെ ഗൈസ് നമ്മുടെ FG ബ്രോ തട്ടുകട SMBയുടെ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ അത് പോയി കണ്ടു നോക്ക്. കില്ലാണ്, കോമഡിയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മുടെ ഒരു പുതിയ തട്ടുകട SMBയിലെ ഒരു ബേസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ പോയി ഒന്ന് കാണുക ഗൈസ്. കിടിലം ബേസാണ്, വിഷയം സ്റ്റാർട്ടർ ബേസ് ഗൈസ്. ആൻഡ് ഫ്യൂച്ചർ ബേസ് അതിലും കിടിലായിരിക്കും ഗൈസ്, നമ്മൾ അതിലും കിടിലാക്കി നമ്മൾ സെറ്റാക്കും. ആൻഡ് ഇതേണ്ട നമ്മൾ ഫുൾ ഇത് പാത്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഈ ബെഡ് ഞാനാണെങ്കിൽ വില്ലേജർമാർക്ക് വേണ്ടി കൊണ്ടുവന്ന ബെഡാണ്, എന്നാലും എനിക്കിവിടെ കിടക്കാൻ വേണ്ടി എടുത്തതാണ് ഗൈസ്. ഓക്കെ നമ്മളാണെങ്കിൽ ഒരു അയൺ ഫാമിൻ്റെ മേളിലൊരു കില്ലിങ് ഏരിയ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഇതൊക്കെ ചെയ്യണമായിരുന്നു ഗൈസ്, അതായത് വാളൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അയൺ ഫാമിൻ്റെ കില്ലിങ് ഏരിയ ആണ് ഇനി ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഓക്കെ നമ്മളിനി ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് ഒഴിച്ചു, എന്നിട്ട് ഇത് വന്ന് നിൽക്കുന്നിടത്ത് 2 സൈൻ ബോർഡൊക്കെ വെച്ച് ലാവയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു ഹോപ്പർ സെറ്റ് ചെയ്യണം ഗൈസ്. വില്ലേജറിനെ കൊണ്ടിട്ടില്ല, നമുക്ക് എന്തായാലും നമ്മുടെ ബ്രീഡറിൽ നിന്ന് കിട്ടത്തില്ല ഗൈസ് വില്ലേജറിനെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു വില്ലേജിൽ നിന്ന് പോയി 5 എണ്ണം വേണം ഗൈസ്. 5 വില്ലേജറാണ് വേണ്ടത്. ഇത് മറ്റേ സോംബി ഇല്ലാത്ത ഫാമാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ 5 വില്ലേജറാണ് വേണ്ടതെന്നാണ് ട്യൂട്ടോറിയൽ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു വില്ലേജർ ഈ ഒരു അയൺ ഫാം ആണെങ്കിൽ നല്ല രീതിയിൽ വർക്കായില്ലെങ്കിൽ ഞാനാണെങ്കിൽ മറ്റേ സോംബിയുള്ള ഫാം തന്നെ ആക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, വില്ലേജറിനെ കളക്ട് ചെയ്യേണ്ട സമയം ഞാനിവിടെ വന്ന് നോക്കി, ഉമ്മാരുടെ വല്ലതും ബ്രീഡായിരുന്നു, ഒന്നും ആയിട്ടില്ല ഗൈസ്, എന്തോ ബ്രേക്ക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വില്ലേജിനായിട്ട് നല്ല അടുത്തുണ്ടാക്കിയോണ്ടായിരിക്കും. നല്ല അടുത്തൊന്നും ഇല്ല ഗൈസ്, നല്ല ദൂരെ തന്നെയാണ്, എന്നാലും എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇത് റിപ്പയർ ചെയ്യാം നാളെ അടുത്ത എപ്പിസോഡ് ഇരുന്നിട്ട്. എന്തായാലും നാളെ നമ്മൾ തട്ടുകട SMBയുടെ ലൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എപ്പിസോഡ് നമ്മൾ ഇറക്കാം ഗൈസ്. ഓക്കെ കൺസിസ്റ്റൻറ്റ് യൂട്യൂബറാണ് ഗൈസ്, പക്ഷേ ഒരു ദിവസം ഇടവിട്ടാണ് ഇരുന്നത്. എന്ത് ചെയ്യാനാണ് ഗൈസ്, ഭയങ്കര ഇതായിപ്പോയി, ബിസി ആയിപ്പോയി. എന്തായാലും നമുക്ക് സെറ്റാക്കാം ഗൈസ്. 2 പേരെ തൂക്കി 3 more ഗൈസ്. അതുകൊണ്ട് നമ്മൾ 2 പേരെ കൊണ്ട് നമ്മുടെ ബേസിലേക്ക് നമുക്ക് നേരെ പോകാം ഗൈസ്. നൈറ്റ് ആവുന്നുണ്ട്, നമുക്ക് ഒന്ന് ഉറങ്ങിയിട്ട് പോയാൽ മതി. ഓക്കെ ഇനി ഇവന്മാരെയും കൊണ്ട് ഇട്ടിട്ട് 2 പേരെയും കൂടെ തൂക്കിയിട്ട് വേണം ഗൈസ്. 5 പേരും തൂക്കിയിട്ടുണ്ട് ഗൈസ്. സോ ഇത് കുറച്ച് ടൈം എടുത്തു. ആണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച വില്ലേജിൽ പോയി ഗൈസ്. അവിടെ പോയിട്ടാണ് പിന്നെ 2 പേരെ ഞാൻ തൂക്കിയത്. കാരണം നമ്മുടെ മറ്റേ വില്ലേജ് എല്ലാവരും തീർന്നു ഗൈസ്. കുറേ എണ്ണത്തിനെ ഞാൻ കൊന്നു, കുറേ എണ്ണത്തിന് ഞാൻ ആണെങ്കിൽ ബ്രീഡറിനെ എടുത്തു ഗൈസ്. അങ്ങനെയൊക്കെ അവിടുത്തെ എല്ലാം തീർന്നു. പിന്നെ ഞാൻ മറ്റേ വില്ലേജിൽ പോയാണ് എടുത്തത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട സവാന വില്ലേജ് അല്ല, വേറൊരു ഡെസേർട്ട് വില്ലേജ് ആദ്യത്തെ എപ്പിസോഡ് കണ്ടുപിടിച്ചായിരുന്നു. അതും കണ്ടില്ലായിരുന്നു, പോയി കണ്ടു നോക്കി. സ്കില്ലായിരുന്നു. നമ്മൾ ഡെസേർട്ടിൻ്റെ അടുക്കൊക്കെ സ്പോണായിട്ട് നടന്നു വരുമായിരുന്നു. പിന്നെ 5 പേരും കേട്ടിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ മേളിൽ ഒരു കില്ലിങ് ഏരിയ സെറ്റാണ്. എന്താണ് ഇതോ സ്പോണാവത്തെ, ഐ ഡോണ്ട് നോ ഗൈസ്. നമുക്കൊന്നുകൂടെ നോക്കട്ടെ. ഒത്തിരി സമയങ്ങൾക്ക് ശേഷം ഗൈസ് ചെറിയൊരു അബദ്ധം പറ്റി. ഞാനാണെങ്കിൽ ഒരു വില്ലേജറിൻ്റെ ഒരു കില്ലിങ് ഏരിയ പെട്ടായിരുന്നു ഗൈസ്. അവിടെ നിന്ന് ഇനിയിപ്പം വാട്ടർ ബക്കറ്റൊന്നും എടുക്കാൻ വയ്യാന്നും പറഞ്ഞ് ഞാനാണെങ്കിൽ ലാവേ പെട്ടങ്ങ് ചത്തു. ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്തായിരുന്നു. നമ്മൾ വേറെ ബെഡിലല്ലേ കിടന്നുറങ്ങി ഗൈസ്. ഞാൻ ആ ബെഡ് പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. ആൻഡ് ഞാൻ ചാവുകയും ചെയ്തു. നമ്മുടെ ഒരു സ്പോൺ ഐലൻഡ്, അതായത് സ്പോൺ ഡെസേർട്ട് ഉണ്ടല്ലോ ഗൈസ്, അവിടെ പോയാണ് ഞാൻ പിന്നെ സ്പോണായത്. പിന്നെ ഇപ്പം നമ്മളുണ്ടാക്കിയ അയൺ ഫാമിലാണെങ്കിൽ അയൺഗോളം സ്പോൺ ആകുന്നില്ല. സോ നമ്മൾ എൻ്റെ സോംബിനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. സോംബി എല്ലാം വരികയാണെങ്കിൽ നമുക്ക് സോംബിനെ പിടിക്കാം. ഒരു സോംബിനെ സ്പോട്ട് ഇട്ടാണ് ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്, സ്വർണ്ണത്തിനെ ചോദിച്ചു വന്നിട്ട് വേണ്ട 3 എണ്ണം കൂടെ പുറകിനിട്ട് തന്നെ ഇപ്പോൾ ഓടിക്കും ഗൈസ്. 2 എണ്ണമൊക്കെ കയറിയിരിക്കുന്നുണ്ട്. ഇത് ഇവന്മാരെയൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടിരുത്താനാണ്? എൻ്റെ പൊന്നടാവേ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഈ സിമ്മരൊന്ന് കൊണ്ടിരുത്തട്ടെ. അതിലുണ്ടായിരുന്ന ഒരുത്തനെ തട്ടിയിട്ട് മറ്റേ സോംബിനെ ഞാനാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കൊണ്ടിരുത്തി. ആൻഡ് ഇനി നമുക്ക് ഇവനെ ഇതിൻ്റെ അടിയിൽ കയറ്റണം ഗൈസ്. ഒത്തിരി പണിയുണ്ട്. ഇവനെ അയ്യോ എന്നെ കടിച്ച് സോംബി കടിച്ച്. ഞാൻ ഇപ്പം സോംബിയാവും. അതിന് മുമ്പ് നമുക്ക് അയൺ ഫാം സെറ്റ് ചെയ്യണം ഗൈസ്. ഈ രാവിലെ ആകാൻ തുടങ്ങിയുടെ ആ ലീഡൊന്ന് പൊട്ടിത്താ ഇങ്ങോട്ട്. ഇനി ഇതിനകത്ത് എങ്ങനെ കയറ്റും ഗൈസ്? നമുക്ക് ഇതുകൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. എങ്ങനെ അയൺകോളം ഇതിൻ്റെ മേളിലൊക്കെ സ്പോണായിട്ട് ഇനിയും സോംബിനെ കൊല്ലാൻ നോക്കണ്ട. അതിൻ്റെ മേളിലെ ബ്ലോക്കെല്ലാം പൊട്ടിച്ച് ഞാനാണെങ്കിൽ ആ ഒരു സോംബിനെ അകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ട് ഗൈസ്. ഇനിയും ഒരു കറക്റ്റ് ആക്കി ഇരുത്തണം. അയ്യോ എന്നെ കടിച്ച്, അയ്യോ ചത്ത് 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 ചത്ത്. എടാ ചാവട്ടെ, കുഴപ്പമില്ല. ചത്ത്, സമാധാനമായി. എന്താ ഇങ്ങനെ? ഓക്കെ അവനെ അങ്ങനെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഉറങ്ങാം ഗൈസ്, പേടിക്കണ്ട, ഇനിയൊന്നും വരത്തില്ലായിരിക്കും. എന്താ ചത്തോ? എടാ സൗണ്ട് കേട്ടോടാ, ചാവുന്ന സൗണ്ട് കേട്ടോ ഗൈസ്. ആൻഡ് കുറേ നമ്മൾ ഇനി ആ ഒരു വില്ലേജറിൻ്റെ ബെഡൊക്കെ ഒന്നങ്ങനെ തിരിച്ചു വെക്കണമായിരുന്നു ഗൈസ്. അതെല്ലാം തിരിച്ചു വെച്ചു. ആൻഡ് നമ്മൾ ഇപ്പോൾ അയൺ ഫാം വർക്കിംഗ് ആണ് ഗൈസ്. ആ ഒരു സൗണ്ട് കേട്ടാ അയൺകോളം ചാവുന്നത്. ഓക്കെ നമ്മളങ്ങനെ അയൺ ഫാം വർക്കിംഗ് ആക്കിയിട്ടുണ്ട് ഗൈസ്.
ആൻഡ് നമ്മുടെ പെട്ടി മൊത്തം നിറഞ്ഞു. 2 പെട്ടി ഉണ്ടാക്കി. ഇനിയും ഈ ഒരു ഐറ്റം ഒന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് പോയി ഔട്ട്രോ എടുക്കാം ഗൈസ്. ഒത്തിരി സമയം എടുത്തു. ഏകദേശം ഒരു ദിവസം ഫുൾ എടുത്തിട്ടാണ് ഞാൻ ഇന്ന്, അതായത് ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് ഒരു ദിവസം എടുത്ത് ഗൈസ് ഫുള്ള്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇടാഞ്ഞ്. സോറി ഗൈസ്, സോറി. അങ്ങനെ ഗൈസ് നമ്മളെ ഒരു അയൺ ഫാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നോക്ക് ഞാൻ മേൽക്കാർ കാണിക്കാം. ഇപ്പോൾ ഒരു അയൺ കോള സ്പോണായിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ ഒരുത്തൻ ചത്തേ ഉള്ളൂ ഗൈസ്. നോക്ക് ഇപ്പോൾ ചാവും. എനിക്ക് പേടിയുള്ള ആ ഒരു സോംബി ഡീസ്പോണായി പോകുന്നതാണ്. ബോട്ട് ഇരുത്തിയൊക്കെയാണ്, എന്നാലും ഡീസ്പോൺ ആകത്തില്ലായിരിക്കും അല്ലേ. ഓക്കെ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു അയൺ ഫാമിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ. I'm the king when I'm in the rain. Got my G when I'm in the van. Gone pics on a middleman. Ain't nothing but a gold thing.